ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 15 പസിൽ പ്രോബ്ലം. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. 8 പസിൽ പ്രോബ്ലം, ദെൻ 24 പസിൽ പ്രോബ്ലം, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. നമ്മളത് ജനറൽ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നെയിമിൽ മാത്രം ഞാൻ 15 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ജനറൽ ആയിട്ടുള്ള അൽഗോരിതംസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ 15 പസിൽ പ്രോബ്ലം അതെങ്ങനെയാണ്? ഈ 15 പസിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്ലോക്ക് ഉണ്ട്, ഒരു പസിൽ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അതിനകത്ത് 16 സെല്ലുകളുണ്ട്. 16 സെല്ല് വേണമെങ്കിൽ ഇത് എത്രയായിരിക്കണം? ഈ പസിൽ ബ്ലോക്കിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം? 4x4. ഓക്കെ, അപ്പോൾ ഒരു 4x4 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എത്രയും സെൽസ് ഉണ്ട്? 16 സെൽസ് ഉണ്ട് അല്ലേ? അതിൽ 15 സെൽസും ഫിൽഡ് ആയിരിക്കും. അപ്പോൾ 15 സെൽസും 1 to 15 വെച്ചുള്ള നമ്പേഴ്സ് വെച്ച് ഫിൽഡ് ആയിരിക്കും. ഒരു സെല്ല് ബ്ലാങ്ക് ആയിരിക്കും. അതാണ് നമ്മുടെ 15 പസിൽ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ 8 പസിൽ പ്രോബ്ലം എങ്ങനെയായിരിക്കും? നമുക്കൊരു 3x3 ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് എത്ര വാല്യൂസ് ഉണ്ടാവും? 9 സെല്ലുകൾ ഉണ്ടാവും. അതിൽ 1 to 8 വരെ 8 സെല്ല് ഫില്ലായിരിക്കും. 1 to 8 വരെയുള്ള വാല്യൂസ് യൂസ് ചെയ്ത് 8 സെല്ല് ഫില്ലായിരിക്കും. ഒരു സെല്ല് ബ്ലാങ്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി 24 പസിൽ പ്രോബ്ലമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ ഞെട്ടരുത്. അവിടെ എന്തുവാണ്? ഒരു 5x5 ബ്ലോക്കാണ്. അപ്പോൾ അതിന് 25 ബ്ലോക്സ് ഉണ്ട്, 25 സെൽസ് ഉണ്ട്. അതിൽ 1 to 24 വാല്യൂസ് വരെ ഫില്ലായിരിക്കും. ഏതോ ഒരു ബ്ലോക്ക് മാത്രം, ഏതോ ഒരു സെല്ല് മാത്രം എം ടി ആയിരിക്കും. സോ ഇതിന് നിറയെ വെറൈറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ 16x16 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ഏത് വെറൈറ്റി ചോദിച്ചാലും നമ്മൾ പഠിക്കാൻ പോകുന്ന അപ്രോച്ച് വന്നിട്ട് സെയിം ആയിരിക്കും. ഓക്കെ, saying that നമ്മൾ നമ്മുടെ 15 പസിൽ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ 15 പസിൽ പ്രോബ്ലത്തിനകത്ത് നമുക്ക് എന്തുണ്ട്? ഒരു 4x4 മെട്രിക്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് വാല്യൂസ് ഫ്രം 1 to 15. ഓക്കെ, അത് പല പൊസിഷനിലായിട്ട് ഫില്ലായിരിക്കും. ആൻഡ് ഏതോ ഒരു സെല്ല് ബ്ലാങ്ക് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഇതിനെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്താണ്? ഈ പ്രോബ്ലം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു പസിൽ ബ്ലോക്ക് തന്നാൽ നമ്മൾ അതിനെ ഇങ്ങനൊരു പസിൽ ബ്ലോക്കാക്കി മാറ്റണം. ഞാൻ ഫൈനൽ ഔട്ട്പുട്ട് ഇവിടെ വരയ്ക്കുവാണേ. ഓക്കെ, ലാസ്റ്റ് സെല്ല് മാത്രം എം ടി ആയിരിക്കണം. ഇങ്ങനെ 1 to 15 നമ്പേഴ്സ് ഇൻക്രീസിങ് ഓർഡർ, റോയിൽ ഇൻക്രീസിങ് ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. സോ നമ്മുടെ 15 പസിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് തന്നു കഴിഞ്ഞാൽ, അതിന് ബ്ലോക്ക് 4x4 ബ്ലോക്കാണ്, അതിന് 1 to 15 നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അത് റാൻഡമായിട്ട് പലയിടത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ 15 പസിൽ പ്രോബ്ലം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഇത്രയും നേരം പല ടെക്നിക്സ് പഠിച്ചു അല്ലേ? ഡിവൈഡ് ആൻഡ് കോൺകർ പഠിച്ചു, നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് പഠിച്ചു, നമ്മൾ ഗ്രീഡി അപ്രോച്ച് പഠിച്ചു. അങ്ങനെ നമ്മൾ പല മെത്തഡോളജീസ് പഠിച്ചു. ഇതിൽ ഏത് മെത്തഡോളജി ഉപയോഗിച്ചാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം. ഇനി ഇതിപ്പോൾ ഏത് മെത്തഡോളജി ആണെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെയിം ആണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? ഈ പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലായിടത്തും നമ്മൾ ഒരേ രീതിയിലല്ലേ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു സബ് പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യം ഈ ഒരു സെല്ലിനെ കോൺകർ ചെയ്യുന്നത് ഫസ്റ്റ് സബ് പ്രോബ്ലം. ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഡോട്ട് ഇവിടെ ആയിരിക്കാൻ വരുന്നത്. അപ്പോൾ അതിനെ മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് സബ് പ്രോബ്ലംസ് ആക്കാൻ പറ്റും. സിമ്പിൾ. ഈ പ്രോബ്ലത്തെ നമുക്ക് സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാ സബ് പ്രോബ്ലത്തിനും ഒരേ നേച്ചർ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതോ ഒന്നാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ട് കീപ്പ് ചെയ്യാണ്. ലാസ്റ്റ് ഞാൻ പറയാം ഇതിൽ ഏത് ടെക്നിക്കാണ് ആക്ച്വലി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമുക്കിവിടെ എന്തുണ്ട്? സബ് പ്രോബ്ലം ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി ഈ സബ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഇൻപുട്ട് വേണമെന്ന് ആദ്യം മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് ആദ്യം ഇങ്ങനൊരു മെട്രിക്സ് വേണം. ഇതാണ് ഈ ബ്ലോക്കിൻ്റെ കറണ്ട് സ്റ്റേറ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സബ് പ്രോബ്ലത്തിന് ഇൻപുട്ടായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ദി മെട്രിക്സ് വേണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ദ ബ്ലോക്ക് വേണം. നമുക്ക് അതിനെ ബ്ലോക്ക് എന്ന് വിളിക്കാം അല്ലേ?
ഈ ബ്ലോക്കിന് ഇങ്ങനെയാണ്, ഇവിടേക്കാണ് ഈ നമ്പേഴ്സ് എന്ന് നമുക്ക് അറിയണം. ഇനി അടുത്തത്, ഈ ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിൽ ഈ ബ്ലാങ്കിൻ്റെ പൊസിഷൻ ഏതാണെന്ന് നമുക്ക് അറിയണം അല്ലേ. ബ്ലാങ്കിൻ്റെ പൊസിഷനെ നമ്മൾ ij എന്ന് പറയാം. ഓക്കെ, നമുക്കിപ്പോൾ ബ്ലോക്കിൻ്റെ നമ്പേഴ്സ് അറിയാം, ബ്ലാങ്കിൻ്റെ പൊസിഷൻ അറിയാമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തുകൂടെ? കാരണം നമുക്ക് സോൾവ് ചെയ്യാം. കാരണം നമുക്ക് ഈ ഒരു ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിനെ നമുക്ക് നിങ്ങളെ അൽഗോരിതത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞേക്കൂ. ഇതിങ്ങനെ ഒരു ബ്ലോക്ക് നിങ്ങളുടെ തന്നിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ എത്ര മൂവ്സ് പോസിബിൾ ആണ്? നമുക്ക് ഒന്നെങ്കിൽ ഈ 13നെ ഇങ്ങോട്ട് നീക്കാം അല്ലേ, അല്ലെങ്കിൽ 14നെ ബ്ലാങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ 10നെ ബ്ലാങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ എത്ര മൂവ്സ് പോസിബിൾ ആണ്? 4 മൂവ്സ്. ഈ 8ൻ്റെ പൊസിഷനിലായിരുന്നു ബ്ലാങ്ക് എങ്കിലോ നമുക്ക് എത്ര മൂവ്സ് പോസിബിൾ ആണ്? ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ഡൗൺ, അങ്ങനെ എത്ര മൂവ്സ് പോസിബിൾ ആണ്? മാക്സിമം. അപ്പോൾ എത്ര പോയിന്റ്, ഏതൊരു പോയിന്റ് എടുത്താലും നമുക്ക് എന്ത് പറയാം? മാക്സിമം 4 മൂവ്സേ പോസിബിൾ ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അത് ജനറൽ അല്ലേ. അപ്പോൾ നമ്മുടെ സബ് പ്രോബ്ലത്തിനകത്ത് നമുക്ക് ആകെ 4 മൂവ്സേ പോസിബിൾ ആയിട്ടുള്ളൂ. നമ്പർ ഓഫ് മൂവ്സ് എത്രയാണ്? മൂവ്സ് പോസിബിൾ എന്ന് പറയുന്നത് ആകെ 4 കണ്ടീഷനേ ഉള്ളൂ. നമുക്ക് ലെഫ്റ്റിലോട്ട് നമ്മുടെ ബ്ലാങ്കിനെ കൊണ്ടുപോകാം, നമുക്ക് റൈറ്റിലോട്ട് നമ്മുടെ ബ്ലാങ്കിനെ കൊണ്ടുപോകാം, ബ്ലാങ്കിനെ അപ്പ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബ്ലാങ്കിനെ ഡൗൺ കൊണ്ടുപോകാം. പിന്നെ ഇപ്പോൾ നമ്മുടെ ബ്ലാങ്ക് ഈ ഒരു പൊസിഷനിലാണെങ്കിൽ നമുക്ക് ബ്ലാങ്കിനെ റൈറ്റിലോട്ട് കൊണ്ടുപോകാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പം നമ്പർ ഓഫ് മൂവ്സ് ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എന്നാലും കൂടില്ല. ഇതാണ് മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് മൂവ്സ്. അറ്റ് എവറി പോയിന്റ് ഈ 4 മൂവ്സേ നമുക്ക് പറ്റുള്ളൂ. ഇനി നമ്മുടെ ഹിക്കപ്പ് എന്താണ്? ഇതിൽ ഏത് മൂവ് എടുത്താലാണ് നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടുക, അത് കണ്ടുപിടിക്കലാണ് ആകെ നമ്മുടെ ഈ സബ് പ്രോബ്ലത്തിനകത്തുള്ള ഒരു ഹിക്കപ്പ് അല്ലെങ്കിൽ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് അല്ലേ. ഹിക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, ചാലഞ്ച്. കറക്റ്റ്. നമുക്കപ്പോൾ ഒരു സ്റ്റേറ്റ് തരികയാണ്, ആ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ആ സ്റ്റേറ്റിലോട്ട് എത്താനായിട്ട് നമുക്ക് ആകെ അറിയേണ്ട കാര്യം എന്തൊക്കെയാണ്? ബ്ലോക്കിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ, ഇപ്പോഴത്തെ അതിൻ്റെ കണ്ടീഷൻ, ആൻഡ് എവിടെയാണ് നമ്മൾ ബ്ലാങ്ക് പോയിന്റ് ഇരിക്കുന്നതെന്ന് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആ സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകാനായിട്ട് നമുക്ക് ആകെ 4 ഓപ്പറേഷൻസേ ഉണ്ടാവുള്ളൂ. ഇതിൽ ഏതോ ഒരു ഓപ്പറേഷൻ നമ്മൾ ചൂസ് ചെയ്താൽ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടിൽ ഈസി ആയിട്ട് എത്താം. ആൻഡ് ഇതിൽ ഒരു ഓപ്പറേഷൻ ചൂസ് ചെയ്താൽ ഉടനെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുമെന്നല്ല, അടുത്ത സ്റ്റേറ്റിലോട്ട് പോകും. അങ്ങനെ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ അവിടെ എന്താ സബ് പ്രോബ്ലം ഡിവിഷൻസ് ഉണ്ട്. ഇപ്പോൾ S1 ആണ് നമ്മുടെ സ്റ്റേറ്റ് എങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റിൽ നിന്ന് ഐദർ S2ലോട്ട് പോകാം, S3ലോട്ട് പോകാം, അല്ലെങ്കിൽ S4ലോട്ട് പോകാം, അല്ലെങ്കിൽ S5ലോട്ട് പോകാം. ഏതോ ഒരു സ്റ്റേറ്റിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോട്ടേ നമ്മൾ പോവുള്ളൂ അല്ലെ, ഏതോ ഒരു ചോയ്സേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ S3 ആണ് ചൂസ് ചെയ്യുന്നത് വിചാരിക്കില്ല, അപ്പോൾ S3 അടുത്ത സ്റ്റേറ്റിലോട്ടും പിന്നെ അവിടെ നിന്ന് താഴോട്ടും അങ്ങനെ ആയിരിക്കും പോകുന്നത് അല്ലേ. ഇനി പറയാം, ഇത് ഏത് ടെക്നിക്കായിരിക്കും? ഇത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണോ? ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ എന്താ അവിടെ സബ് പ്രോബ്ലംസ് ഉണ്ട്. സബ് പ്രോബ്ലംസ് വന്നിട്ട് ഓവർലാപ്പിംഗ് ചെയ്യും. ഇവിടെ ഏതെങ്കിലും സബ് പ്രോബ്ലംസ് ഓവർലാപ്പ് ചെയ്യുമോ? ഏതിൻ്റെങ്കിലും വാല്യൂ വേറൊരു സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഇൻപുട്ടായിട്ട് ആ ബ്ലോക്കും അപ്പോഴത്തെ നമ്മൾ ബ്ലാങ്കിൻ്റെ പൊസിഷനും പോരെ അല്ലേ. അപ്പോൾ നമുക്കതിനെ ഒന്നും ഓവർലാപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറെ ഏതൊക്കെ അപ്രോച്ച് നിങ്ങൾ പഠിച്ചു? ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറഞ്ഞ ടെക്നിക്ക് പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്കാണ്. വൈ ടെല്യൂ. നമുക്കറിയാം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റ് S1 ആണെന്ന് വിചാരിക്കുക. S1ൽ നിന്ന് നമുക്കാകെ 4 മൂവ്സേ ഉണ്ടാവും. അപ്പോൾ 4 പൊസിഷൻസേ ഉള്ളൂ. അപ്പോൾ 4 ഡിഫറെൻറ്റ് സ്റ്റേറ്റിലോട്ട് പോകാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ബ്രാഞ്ചിങ് ചെയ്യുവാണ്, എത്ര പോസിബിൾ സ്റ്റേറ്റുകൾ ഉണ്ട് എന്ന്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യും, ബാക്കി ഒരു സ്റ്റേറ്റിലോട്ട് നമ്മൾ പോയില്ല, ഒരെണ്ണം ചൂസ് ചെയ്യും, ആ സ്റ്റേറ്റിൽ നിന്നാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ച് ചെയ്യുമ്പോൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്കിൽ നമ്മൾക്ക് മെയിൻലി 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ആദ്യം ബ്രാഞ്ചിങ് ചെയ്യും, പിന്നെ ബൗണ്ടിങ് ചെയ്യും, പിന്നെ അവസാനം പ്രൂണിങ്. അപ്പോൾ ബ്രാഞ്ചിങ് നമ്മൾ ആദ്യമേ ചെയ്തു, S1ൽ നിന്ന് ഇത്ര ബ്രാഞ്ചസ് ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ബൗണ്ടിങ് ചെയ്യണം. ബൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ പോവുകയാണ് ഇതിൽ ഏത് സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടും നമ്മൾ നോക്കും ഇതൊരു പോസിബിൾ സ്റ്റേറ്റ് ആണോ, ഇത് വെച്ച് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമോ, അങ്ങനെ അതിന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ബൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ S2ൽ നിന്നും S3ൽ നിന്നും S4ൽ നിന്നും S5ൽ നിന്നും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നോക്കും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുമോ എന്ന്. നമ്മൾ കിട്ടുമെങ്കിൽ മാത്രമേ ആ ഒരു താഴോട്ടൊരു സ്റ്റേറ്റിലോട്ട് പോവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ S3 ആണ് ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ ബൗണ്ട് ചെയ്തു S3 ചൂസ് ചെയ്തു. അപ്പോൾ S2 S4 S5 ഈ ബ്രാഞ്ചസ് നമ്മളിനി ഒരിക്കലും ആ ബ്രാഞ്ചസിലോട്ട് നമ്മൾ ഒരിക്കലും പോകില്ല. സോ വി ആർ കട്ടിങ് ദം ഡൗൺ, വി ആർ ചോപ്പിംഗ് ദം ഡൗൺ. സോ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രൂണിങ് എന്ന് വിളിക്കാം. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്.
സോ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് മച്ച്. അപ്പം നമുക്കിത് എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ബ്രാഞ്ച് ആൻഡ് ബ്രൗൺ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ സെല്ല്, നമ്മുടെ ബ്ലാങ്ക് സെൽ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണ്. ഇവിടെ നമുക്ക് 3 മൂവ്സേ പോസിബിൾ ആയിട്ടുള്ളൂ. ഒന്നുകിൽ ഇതിനെ മുകളിൽ കൊണ്ടുപോകാം, അപ്പ്, റൈറ്റ്, ലെഫ്റ്റ്. 3 മൂവ്സേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി ഏത് മൂവ് എടുത്താലും നമ്മൾ ബൗണ്ടിങ് ചെയ്യണം. ബൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മൂവ് ഫീസിബിൾ ആണോ, അത് കാരണം നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണോ അതോ നമ്മൾ ഫാർ അവേ പൊക്കോണ്ടിരിക്കുകയാണോ, അത് കാൽക്കുലേറ്റ്. ഇപ്പോൾ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടിന് അടുത്തോട്ടാണ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് വൺ, ഇറ്റ് ഈസ് ബൗണ്ടിങ്. ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് യുവർ ഫോക്കസ്, നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്ന് വെളിയിലോട്ട് ദൂരെ നമുക്ക് സൊല്യൂഷൻ കുറച്ചുകൂടെ ടഫാക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അത് നമുക്ക് എന്താ ഔട്ട് ഓഫ് ബൗണ്ടിൽ പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മളതിനെ പ്രൂൺ ചെയ്ത് കളയണം, റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ ഓരോ സ്റ്റേറ്റിൽ നിന്നിട്ട് നമ്മൾ എന്താ നോക്കേണ്ടത്, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ എത്ര കോസ്റ്റ് ഇൻകർ ചെയ്യുന്നു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ബൗണ്ടിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഇപ്പോൾ S1 എന്ന സ്റ്റേറ്റിൽ നിന്ന് S2ലോട്ട് പോകുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് ഉണ്ടായി എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേറ്റിനും കാൽക്കുലേറ്റ് ചെയ്യണം. S2ന് ഒരു കോസ്റ്റ് ഉണ്ടാവും, S3ക്ക് ഒരു കോസ്റ്റ് ഉണ്ടാവും, S4ന് ഒരു കോസ്റ്റ് ഉണ്ടാവും, S5ന് ഒരു കോസ്റ്റ് ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബൗണ്ടിങ് ആണ്. ഇതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള കോസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു, ബാക്കി എല്ലാത്തിനെയും ഇഗ്നോർ ചെയ്യുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൂണിങ്ങും. ഓക്കെ, സോ നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്, കോസ്റ്റ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ 15 പസിൽ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ ഫോർമുലയാണ്. f of n is equal to g of n plus h of n. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്കിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റാണ്. S1 എന്ന സ്റ്റേറ്റിൽ നിന്ന് S2ലോട്ട് പോകാനായിട്ട് നമ്മൾ ഇൻകർ ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റാണ് എഫ് ഓഫ് എൻ. ഇനി ജി ഓഫ് എൻ എന്താണ്, എച്ച് ഓഫ് എൻ എന്താണ്? ജി ഓഫ് എൻ റെപ്രസെൻറ്റ് ദ മൂവ്, ദ കൗണ്ട് ഓഫ് ദ മൂവ്. ഇത് എത്രാമത്തെ മൂവാണ്, ഓക്കെ, ഇത് എത്രാമത്തെ മൂവാണ് എന്ന് പറയുന്നതാണ് ജി ഓഫ് എൻ. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് 10ന് താഴെ കൊണ്ടുവന്നു, അപ്പോൾ അത് ഫസ്റ്റ് മൂവായി. അപ്പോൾ ബ്ലാങ്ക് ഇവിടെ ആയില്ലേ. ഇനി ഈ ബ്ലാങ്കിലോട്ട് 5ന് താഴോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുക, അപ്പോൾ അത് സെക്കൻഡ് മൂവായി. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മളുടെ ഈ ഒരു ബ്ലോക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ, നമ്മുടെ ഈ ബ്ലോക്കിനെ അനക്കല്ല, നമ്മുടെ ഈ എംപ്റ്റി സ്പേസിനെ മൂവ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു കൗണ്ടർ വെച്ചിട്ട് ആ കൗണ്ടിങ്ങിനെ ഇങ്ങനെ കൂട്ടി വരും. ആ കൗണ്ടിനെയാണ് ജി ഓഫ് എൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എച്ച് ഓഫ് എൻ. എച്ച് ഓഫ് എൻ ഇസ് ദി എച്ച് ഓഫ് എൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പല രീതിയുണ്ട്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് മൻഹട്ടൻ ഡിസ്റ്റൻസ് ആണ്. മൻഹട്ടൻ ഡിസ്റ്റൻസ്, H of n represents the Manhattan distance. Now what is Manhattan distance? Manhattan distance, ഈ ബ്ലോക്കിൻ്റെ Manhattan distance എന്ന് പറയുന്നത് നമ്മൾ ഓരോ ടൈലും എടുക്കും. ഓക്കെ, 1 എന്ന ടൈൽ എടുക്കും. ഈ 1 എന്ന ടൈലിൻ്റെ കറണ്ട് പൊസിഷൻ ഇവിടെയാണ്. ഇപ്പോൾ ഇതിന് IJ വാല്യൂ ഉണ്ടല്ലോ, ഒരു മെട്രിക്സ് ആണെങ്കിൽ റോ കൗണ്ടും കോളം കൗണ്ടും ഉണ്ടാകും. റോ കൗണ്ട് ഇതെന്താ, നമുക്ക് 1 2 3 എന്നിടാം. 1 2 3 4 ആണ്, ഇവിടെ 1 2 3 4 ആണ്. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ സ്റ്റേറ്റ് പ്രകാരം ഈ 1ൻ്റെ പൊസിഷൻസ് പറഞ്ഞാൽ 1 1 ആണ്. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് പ്രകാരം 1ൻ്റെ പൊസിഷൻസ് എന്താ, 1 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇവിടെ റീച്ച് ആവാൻ എത്ര ഡിസ്റ്റൻസ്, അതാണ് അങ്ങനെ എല്ലാ ടൈലിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യണം. ആ എല്ലാ ടൈലിൻ്റെയും ആ ഡിസ്റ്റൻസിൻ്റെ സം ടോട്ടലാണ് നമ്മുടെ മൻഹട്ടൻ ഡിസ്റ്റൻസ്. എക്സാമ്പിൾ പറയാം, 1ൽ നിന്ന് 1ലോട്ട് റീച്ച് ചെയ്യണം, അത് കറക്റ്റ് പൊസിഷനിലാണ്. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ, 0. 2 എത്രയാ, ഡിസ്റ്റൻസ് എത്രയാ, 0, അത് കറക്റ്റ് പൊസിഷനിലാണ്. 3യുടെ ഡിസ്റ്റൻസ് എത്രയാ, 0, ഇവിടെ ഞാൻ എഴുതി പോവാണേ, ഇതെല്ലാം കറക്റ്റ് പൊസിഷനിലാണ്. ഇനി 9ലോട്ട് വരികയാണെങ്കിൽ 9ൻ്റെ ആക്ച്വൽ പൊസിഷൻ എവിടെയാണ്, 9ൻ്റെ പൊസിഷൻ ഫൈനൽ പൊസിഷൻ ഇവിടെയാണ്, അതായത് ഇവിടെ. പക്ഷെ 9 ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്, ഇവിടെ. 9ൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്, IJ വാല്യൂ എന്താ, 1 4 അല്ലേ, ഇത് ഇപ്പോഴത്തെ വാല്യൂ. 9ൻ്റെ ആക്ച്വൽ 9 ഇരിക്കേണ്ടത് എവിടെയാണ്, 3 1 എന്ന വാല്യൂവിലാണ് അല്ലേ. ഇതിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്, അതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സസ് തമ്മിൽ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുക, ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുക, അതിൻ്റെ അബ്സലൂട്ട് വാല്യൂ എടുക്കുക. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അബ്സലൂട്ട് വാല്യൂസിനെ സം ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് 3 - 1 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും, പ്ലസ് 4 - 1 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. സോ 5 ഇസ് ദി ഡിസ്റ്റൻസ്. അപ്പോൾ 9ൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, 5. ഇനി 7ൻ്റെ നോക്കിക്കേ, 7 എവിടെ ഇരിക്കേണ്ടത്, ഇവിടെ ഇരിക്കേണ്ടത്, പക്ഷേ 7 ഇവിടെ ഇരിക്കുന്നത് അല്ലേ. 7 ഇരിക്കേണ്ട സ്ഥലം എന്താ, ഇത്, അതെന്ന് പറയുന്നത് 2 3 ആണ്. 2 3യിൽ ഇരിക്കേണ്ട 7 ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്,
2 1-ലാണ്. 2 1-ലാണ്. 2ഉം 2ഉം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. 3ന്ന് 1 പോകുമ്പോൾ 2 കിട്ടും. അപ്പോൾ അതിൻ്റെ സം എന്തുവാണ് നമുക്ക് കിട്ടുന്നത്? 2. 2 ആണ് 7ന്റെ ഡിസ്റ്റൻസ്. നഗരത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന നഗരത്തിന്റെ ഹൃദയസ്പന്ദനങ്ങൾ അറിയുന്ന നഗരത്തിന്റെ ഹൃദയബന്ധങ്ങൾ അറിയുന്ന കരമന ജയന് താമരവാദം മുന്നോട്ട് വിജയിപ്പിച്ചു. കരമന ജയനാണ് സാരഥി, താമരയാണ് ചിഹ്നം. കരമന ഓക്കെ, കമ്മിങ് ബാക്ക് ടു അവർ പ്രോബ്ലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഓരോ സെല്ലിനും നമ്മളിപ്പോൾ 4-5 സെല്ലിൻ്റെ ഡിസ്റ്റൻസേ കണ്ടുപിടിച്ചുള്ളൂ അല്ലേ? 0 0 0 0 5 2. അങ്ങനെ ഓരോ സെല്ലിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ബ്ലാങ്ക് ഒഴിച്ച് ബാക്കി എല്ലാ സെല്ലിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിൻ്റെ സം ടോട്ടലാണ് നിങ്ങളുടെ മാൻഹട്ടൻ ഡിസ്റ്റൻസ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ സം ടോട്ടലാണ് എന്ത്? നിങ്ങളുടെ മാൻഹട്ടൻ ഡിസ്റ്റൻസ്. ഓക്കെ, സോ അങ്ങനെ മാൻഹട്ടൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്. പ്ലസ് ഇത് എത്രാമത്തെ സ്റ്റെപ്പാണ്, എത്രാമത്തെ കൗണ്ടാണ് അത് നോക്കുക. അതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് നമ്മുടെ കോസ്റ്റ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് എത്ര സ്റ്റേറ്റ്സ് പോസിബിൾ ആണെന്ന് ബ്രാഞ്ച് ചെയ്യണം. ഇനി എല്ലാ സ്റ്റേറ്റിനും പോസിബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റിനും f(n) കാൽക്കുലേറ്റ് ചെയ്യണം. f(n) = g(n), വിച്ച് ഇസ് g(n) എന്താണ്? എത്രാമത്തെ മൂവ്മെൻ്റ് ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് g(n). ഇനി h(n) എന്താണ്? h(n) എന്ന് പറയുന്നത് മാൻഹട്ടൻ ഡിസ്റ്റൻസ് ഓഫ് ഓൾ ദ ടൈൽസ്. അതെന്ന് വെച്ചാൽ മാൻഹട്ടൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഇസ് സം ടോട്ടൽ ഓഫ് മാൻഹട്ടൻ ഡിസ്റ്റൻസ്. നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് distance of every tile, sum of distance of every tile. അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് എവറി ടൈൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ആക്ച്വൽ പൊസിഷൻ ij ആണ്. അതിരിക്കുന്നത് xy എന്ന പൊസിഷനിലാണെങ്കിൽ i-x പ്ലസ് ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് പ്ലസ് j-y. അതായത് അബ്സല്യൂട്ട് വാല്യൂസ് ആണ്. നെഗറ്റീവ് ആയാൽ നമ്മൾ ആ നെഗറ്റീവിനെ എടുക്കില്ല, പോസിറ്റീവായിട്ടുള്ള വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും, എങ്ങനെ നോക്കിയാലും. ഓക്കെ, അതിൻ്റെ സം ടോട്ടലാണ് ഓരോ സെല്ലിൻ്റെയും ഓരോ സെല്ലിൻ്റെയും ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ എല്ലാ സെല്ലിൻ്റെയും ഡിസ്റ്റൻസിൻ്റെ സം ടോട്ടലാണ് നമ്മുടെ മാൻഹട്ടൻ ഡിസ്റ്റൻസ്. സോ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇനി അതിൽ മിനിമം നമ്മൾ ചൂസ് ചെയ്യും, എന്നിട്ട് ഈ സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യും ഫൈനൽ എത്തുന്നത് വരെ. സോ ദിസ് ഈസ് യുവർ ഓവറോൾ ടെക്നിക്. ഇനി അൽഗോരിതം എങ്ങനെ എഴുതുന്നത് നോക്കാം. ഇനി നമുക്കിതിൻ്റെ അൽഗോരിതം ഒന്ന് ഡെറൈവ് ചെയ്ത് നോക്കാം. എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആസ് എ സെഡ് നമ്മളിവിടെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ കൂടി അത് എഴുതിയിടാം. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? സബ് റൂട്ടീൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സബ് റൂട്ടീനാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. സബ് റൂട്ടീൻ എഴുതുന്നതിന് മുന്നേ നമുക്ക് സബ് റൂട്ടീന് എന്തൊക്കെ ഇൻപുട്ട് വേണ്ടതെന്നൊന്ന് ചിന്തിച്ചിട്ട് പോവാം അല്ലേ? അതായത് സബ് റൂട്ടീൻ അതായത് ഒരു ഫംഗ്ഷൻ. സബ് റൂട്ടീൻ എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് എ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന് ഇൻപുട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് അറ്റ് എ പോയിന്റ് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ ആദ്യം ചിന്തിച്ച് നോക്കാം. എന്തൊക്കെ വേണം? കറണ്ട് സ്റ്റേറ്റ് ഓഫ് യുവർ മെട്രിക്സ് വേണ്ടേ? ഇപ്പോൾ നമ്പേഴ്സൊക്കെ ഏതൊക്കെ നമ്പർ എവിടെയാണ് കിടക്കുന്നത് നമുക്ക് അറിയണ്ടേ? സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് മെട്രിക്സ് വേണം. നമ്മുടെ കറണ്ട് ഇനിഷ്യൽ മെട്രിക്സ് അല്ലെങ്കിൽ ഇൻപുട്ട് മെട്രിക്സ് വേണം. അതായത് മെറ്റ് എന്ന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് കൊടുക്കാം, ഏത് ടേം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് വിൽ റെപ്രസെൻറ്റ് ദ കറണ്ട് ഇൻപുട്ട് അല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റ് ഓഫ് യുവർ ബ്ലോക്ക്. ഇനി ഈ ബ്ലോക്കിനകത്ത് നമ്മുടെ ബ്ലാങ്ക് എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് അറിയണം. അപ്പോൾ ബ്ലാങ്കിൻ്റെ i-j ഇൻഡെക്സുകൾ നമുക്ക് വേണം. അതായത് ഇപ്പോൾ ബ്ലാങ്ക് എവിടെയാണോ നമുക്ക് അറിയണ്ടേ? ബ്ലാങ്കിന് എന്ത് വേണം? i-j ഇൻഡെക്സ് നമുക്ക് വേണം. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലാങ്ക് നമുക്ക് കിട്ടി. ഇത് രണ്ടും മതിയാവും നമുക്ക് ഇൻപുട്ടായിട്ട്, സബ് റൂട്ടീൻ്റെ ഇൻപുട്ടായിട്ട്. പക്ഷേ ഞാൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനാണ് പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സ്ട്രക്ചറിൽ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും? നമുക്ക് കറണ്ട് മെട്രിക്സ് വേണം, പിന്നെ ബ്ലാങ്കിൻ്റെ സ്പേസ് വേണം. പിന്നെ നമ്മൾ ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടെ കാൽക്കുലേറ്റ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? g(n)ഉം h(n)ഉം അല്ലേ? g(n) എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഇത് എത്രാമത്തെ മൂവ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മൂവ് കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ വെക്കാം, അല്ലെങ്കിൽ കൗണ്ട് സിമ്പിളായിട്ട് വെച്ചാലും മതി. കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിളോ അല്ലെങ്കിൽ മൂവ് എന്ന് പറഞ്ഞ വേരിയബിളോ മൂവ്സ് എന്ന് പറഞ്ഞ വേരിയബിളോ അങ്ങനെ എന്തെങ്കിലും ഒരു വേരിയബിൾ
ഇതെന്താ ഡിപ്പെക്ട് ചെയ്യാൻ പോകുന്നത്, ഈ സ്റ്റേറ്റിൽ ഇത് എത്രാമത്തെ മൂവ് ആണ്, ഈ സ്റ്റേറ്റിലോട്ട് എത്താൻ നമ്മൾ ഇത്ര വരെ എത്ര മൂവ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി മൂവ്. ഇനി ആ സ്റ്റേറ്റിലോട്ട് എത്താൻ നമ്മൾ ഇൻകർ ചെയ്ത കോസ്റ്റ്, അത് നമ്മളിവിടെ മൻഹട്ടൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, മൻഹട്ടൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യില്ലേ, അത് പ്ലസ് ഈ മൂവ് കണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കോസ്റ്റ് കിട്ടും. ഇവിടെ കോസ്റ്റ് തന്നെ സ്റ്റോർ ചെയ്യണമെന്നില്ല, നമുക്കിവിടെ മൻഹട്ടൻ ഡിസ്റ്റൻസും സ്റ്റോർ ചെയ്യാം. മൻഹട്ടൻ ഡിസ്റ്റൻസ് ആയിരിക്കും നല്ലത്. ആ ഒരു മെട്രിക്സ് വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ്, മൻഹട്ടൻ ഡിസ്റ്റൻസ്, അങ്ങനെ ഒരു വേരിയബിളും കൂടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും അടങ്ങുന്ന ഒരു സ്ട്രക്ചർ, ഇപ്പോൾ നിങ്ങൾ സി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ C++, ജാവ പോലുള്ള ക്ലാസ്സസ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് ആണെങ്കിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിനകത്ത് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്, സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് ആണ് നമുക്ക് നമ്മുടെ സബ് റൂട്ടീൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ എന്ത് ഇൻപുട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോൾവ് പസിൽ 15 എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സോൾവ് 15 പസിൽ എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അൽഗോരിതത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, നമുക്ക് സ്റ്റേറ്റ് വേണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഡിഫൈൻ ചെയ്യുക എന്നതാണ്. ഇതാണ് സ്റ്റെപ്പ് 1. ഓക്കെ, ഡിഫൈൻ ദ സ്റ്റേറ്റിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് വേണം ഈ തരാൻ പോകുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അൽഗോരിതം എഴുതേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഡിഫൈൻ ദ സ്റ്റേറ്റ്. നൗ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? സ്റ്റേറ്റ്, നമുക്ക് ആ സ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ബ്രാഞ്ചിങ് ആൻഡ് ബൗണ്ടിങ് ടെക്നിക്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ബ്രാഞ്ചിങ് ആണ്. അപ്പോൾ നമ്മളതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ, അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ ഡിഫൈൻ ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് വൺ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ മിനിമമാണ് എപ്പോഴും എടുക്കുന്നത്, അല്ലേ? നമ്മൾ എപ്പോഴും മിനിമം കോസ്റ്റ് ഉള്ള സ്റ്റേറ്റിനെ അങ്ങ് ചൂസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ മിനിമം കോസ്റ്റ് ഉള്ള ഇപ്പോൾ ഒരു 10 സ്റ്റേറ്റാണ് നമുക്ക് ബ്രാഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ അതിൽ മിനിമം എടുക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, അഫ്കോഴ്സ് യെസ്, നമുക്ക് സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്തിട്ട് ഒരു മിനിമം എടുക്കാം. ഈ സോർട്ടിങ്ങിൻ്റെ മെനക്കേടൊന്നും നമുക്കില്ലാതെ അത് ബിഗ് ഓഫ് 1 ടൈമിൽ നമുക്ക് മിനിമത്തെ കിട്ടുന്ന ഏത് ഡേറ്റ സ്ട്രക്ചർ ഉണ്ടാവും, ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. മിൻ ഹീപ്പ് എന്ന് പറഞ്ഞൊരു ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മളിവിടെ മിൻ ഹീപ്പാണ് യൂസ് ചെയ്യുന്നത്. മിൻ ഹീപ്പിൻ്റെ മിൻ ഹീപ്പ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, പ്രയോറിറ്റി ക്യൂ എന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്രിയേറ്റ് എ മിൻ ഹീപ്പ് എന്നോ എഴുതാം, അല്ലെങ്കിൽ ക്രിയേറ്റ് എ പ്രയോറിറ്റി ക്യൂ എന്നോ എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ പ്രയോറിറ്റി ക്യൂ or a min heap. ഓക്കെ, നമുക്ക് എപ്പോഴും വേണ്ട മിനിമം കോസ്റ്റ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ മിൻ ഹീപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ PQ എന്ന പേര് കൊടുത്തു. സോ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്, ഒരു പ്രയോറിറ്റി ക്യൂ ഉണ്ടാക്കുക. ഇനി പ്രയോറിറ്റി ക്യൂക്കകത്ത് എന്തിടും, നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റിനെ നമ്മൾ പ്രയോറിറ്റി ക്യൂവിനകത്ത് ഇടും. അപ്പോൾ എന്ത് ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, ഇൻസേർട്ട് ഈ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ടു PQനകത്തോട്ട് ഈ സ്റ്റേറ്റിനെ അങ്ങ് ആഡ് ചെയ്യുക. ഇൻസേർട്ട് എന്ന ടേമിനേക്കാളും ക്യൂ ഒക്കെ ആയതുകൊണ്ട് ആഡ് എന്ന ടേം ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആഡ് അല്ലെങ്കിൽ പുഷ് അങ്ങനെയൊക്കെ ടേംസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആഡ് നമ്മുടെ ഈ സ്റ്റേറ്റ് ടു PQ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പ്രയോറിറ്റി ക്യൂവിനകത്തോട്ട് സ്റ്റേറ്റ് ഇട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്രാഞ്ചിങ് ചെയ്യണം, അല്ലേ? ബ്രാഞ്ചിങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റേറ്റിന് ഈ പ്രയോറിറ്റി ക്യൂവിനകത്ത് എന്തുകൊണ്ട് ഇതിട്ടു എന്ന് വെച്ചാൽ എനിക്കിത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം, അല്ലേ? റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ റിപ്പീറ്റേഷൻ കിട്ടണം. ആൻഡ് എപ്പോഴും മിനിമം കോസ്റ്റുള്ള ഒരു സാധനത്തിന് എടുത്തിട്ടായിരിക്കും റിപ്പീറ്റ് ചെയ്യണത്. സോ അതിന് വേണ്ടിയാണ് ഞാൻ പ്രയോറിറ്റി ക്യൂ ഉണ്ടാക്കിയതും പ്രയോറിറ്റി ക്യൂവിലോട്ട് ആദ്യമായിട്ട് ഇതിന് ഇട്ടതും. ഇനി ആ ഇട്ട സാധനത്തിന് തന്നെ നമ്മൾ എടുക്കുവാണ്, എന്നിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്.
ഓക്കെ, ഇവിടെ ഞാൻ എന്താ ചെയ്തത്, ഞാൻ ആദ്യം എനിക്ക് കിട്ടിയ ഇനിഷ്യൽ സ്റ്റേറ്റിനെ പി ക്യൂവിനകത്ത് ഇട്ടു. ഇനി ആ ഇട്ടതിനെ എന്നെ എടുക്കാൻ പോകും, കാരണം ഇപ്പോൾ ഇട്ടതാണ് ആദ്യത്തെ സ്റ്റേറ്റ് അല്ലേ. ഇനി അതെന്തിനെങ്ങനെ ഇട്ടെടുത്തു എന്ന് ചോദിച്ചാൽ, ഞാൻ ഇനി എഴുതാൻ പോകുന്ന സാധനങ്ങളെ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ലൂപ്പിനകത്ത് ഇടണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ ഈ പി ക്യൂ എം ടി ആകുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റും, പി ക്യൂ ആദ്യമേ എം ടി ആണ്, ഈ ലൂപ്പിനകത്തോട്ട് കയറില്ല. അതുകൊണ്ടാണ് ഇനിഷ്യൽ സ്റ്റേറ്റിനെ ആദ്യമേ പി ക്യൂവിനകത്ത് ഇട്ടത്. ഇനി ഞാൻ അതിൽ നിന്ന് എടുക്കുന്നു, പി ക്യൂന്ന് എടുക്കുന്നു, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു, വീണ്ടും പി ക്യൂവിനകത്ത് ഇടുന്നു. ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വൽ പി ക്യൂ നോട്ട് എം ടി, നമ്മൾ എന്ത് ചെയ്യണം, പി ക്യൂ നിന്ന് മിനിമം കോസ്റ്റുള്ള ഒരു ഫംഗ്ഷനെ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇട്ടത് നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റാണ്, അത് മാത്രമേ അതിനകത്തുള്ളൂ, അത് തന്നെ കിട്ടും. ഓക്കെ, പക്ഷേ നെക്സ്റ്റ് ഇറ്ററേഷൻ തൊട്ട് ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ എഴുതുകയാണ്, റീഡ് ഫ്രം PQ the min cost minimum അങ്ങനെ എഴുതാം. state with മിനിമം കോസ്റ്റ്. സോ ഞാനിവിടെ എന്താ എഴുതിയ, റീഡ് ഫ്രം പി ക്യൂ ദ സ്റ്റേറ്റ് വിത്ത് മിനിമം കോസ്റ്റ്. അതായത് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാണോ അതിനെ അങ്ങ് പി ക്യൂ ഒന്ന് ചൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഒന്നേ ഇട്ടുള്ളൂ, ആ ഇട്ടത് തന്നെ എടുത്തു. എന്നിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്യുക, എൻ എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തോട്ട് ഇടുക. അപ്പോൾ എൻ ആണ് ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന സ്റ്റേറ്റ്. ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഈ സ്റ്റേറ്റിൽ നിന്ന് ബ്രാഞ്ചിങ് ചെയ്യണം അല്ലേ, സ്റ്റേറ്റിൽ നിന്ന് ബ്രാഞ്ചിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോസിബിൾ മൂവ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ ഓൾ പോസിബിൾ മൂവ്സ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് ഇവിടെ ഇപ്പോൾ ജനറലായിട്ട് എഴുതാം, എന്നിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് ആ ഫംഗ്ഷനകത്ത് അതിൻ്റെ കോഡ് എഴുതാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എഴുതാം അല്ലേ. അത് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യണം, ഈ എൻ ആണോ ഫൈനൽ സ്റ്റേറ്റ് എന്ന് നോക്കണം. നമ്മൾ ഓൾറെഡി ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയെങ്കിൽ നമുക്ക് പിന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമല്ലോ, അപ്പോൾ തന്നെ വൈൽ ലൂപ്പിൻ്റെ വെളിയിൽ വരാം. അതുകൊണ്ട് നോക്കണം ഇവിടെ ഇഫ് എൻ ഈസ് ദി ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഫൈനൽ സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം അല്ലേ. എൻ ഈസ് ദ ഫൈനൽ സ്റ്റേറ്റ്, റിട്ടേൺ. നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് കിട്ടി, അപ്പം സ്റ്റോപ്പ് ചെയ്ത് പോവുക. അല്ല എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടിയുള്ളൂ, കണ്ടിന്യൂ ചെയ്യേണ്ടിയുള്ളൂ. ഫോർ ഓൾ പോസിബിൾ മൂവ്സ് ഫ്രം എൻ കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് ഈച്ച് മൂവ്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അടുത്ത് നമ്മൾ ഫോർ ലൂപ്പ് ഇടുകയാണ്. എന്നിന് നിന്ന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്, എല്ലാ പോസിബിൾ മൂവ്സും ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ആ എല്ലാ പോസിബിൾ മൂവ്സിനെയും എന്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ അത് വീണ്ടും പ്രയോറിറ്റി ക്യൂലോട്ട് ആഡ് ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് സ്പേസിന് ഒരു കൺസ്ട്രെയിൻ്റ് ഉള്ളതുകൊണ്ട് ഒറ്റ ലൈനിൽ എഴുതിയത്. ഇത് എഴുതുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഫോർ ഓൾ പോസിബിൾ മൂവ്സ് ഫ്രം എൻ, എന്നിട്ട് ബ്രാക്കറ്റിൽ ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ അത് ചെയ്യണം. എന്നിട്ട് അടുത്ത ലൈൻ ഇൻസൈഡ് അതിനകത്തായിട്ട് ക്രിയേറ്റ് എ സ്റ്റേറ്റ് എന്ന് എഴുതുക. എന്നിട്ട് സ്റ്റേറ്റിനകത്ത് എന്തുണ്ടാവും, മെട്രിക്സ് ഉണ്ടാവും. ആ മെട്രിക്സിനെ ഡിഫൈൻ ചെയ്യുക, ആ മെട്രിക്സിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക. ഐ ജെ ഇപ്പം ലെഫ്റ്റാണ് മൂവ്മെൻ്റ് എങ്കിൽ ഐ ജെയുടെ മൂവ്മെൻറ്റ് മാറില്ലേ. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ടാണ് മൂന്നെങ്കിൽ I-1 ആവും, ജെ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. റൈറ്റിലാണെങ്കിൽ I+1 ആവും, ജെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ മുകളിലോട്ട് ഈ ബ്ലാങ്കിൻ്റെ മൂവ്മെൻ്റ് നോക്കുന്നത്. ഓക്കെ, ബ്ലാങ്ക് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ജെ കുറയും, I കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബ്ലാങ്ക് താഴോട്ടാണ് വരുന്നതെങ്കിലോ ജെ കൂടും, I കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ എല്ലാ മൂവ്സിനും നമ്മൾ എന്ത് ചെയ്യണം,
ആ എല്ലാ മൂവ്സും നമ്മൾ മെട്രിക്സിലും കാണിക്കണം, ഐജയുടെ ലൊക്കേഷനും കാണിക്കണം, ഐജയുടെ വാല്യൂ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം ഇവിടെ. അതേപോലെ മൂവ് കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം, മാൻഹട്ടൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്ത് ചെയ്യണം അത് ലൈൻ ബൈ ലൈൻ എഴുതിയാൽ മതി, പക്ഷെ അതൊരു 4 ഓൾ ലൂപ്പിനകത്ത് ഇത്രയും കാര്യങ്ങൾ എഴുതി ചേർത്താൽ മതി. ഞാനത് എൻ്റെ സ്പേസ് കൺസ്ട്രെയിൻസ് കാണാൻ ഒറ്റ വരിയിൽ നിർത്തി കുറച്ചുകൂടെ ഒന്ന് എൻലാർജ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൈൻ വിട്ട് പോകരുത്, അതിനെ പി ക്യൂലോട്ട് ആഡ് ചെയ്യണം. ഇനി എന്നിനെ പി ക്യൂവിൽ നിന്ന് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വീണ്ടും എന്ന് തന്നെ വരും. എന്നിനെ പി ക്യൂവിൽ നിന്ന് റിമൂവ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. സോ ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് യുവർ അൽഗോരിതം. പക്ഷെ എനിക്ക് എങ്ങനെ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാമെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇത് എഴുതണം, ഡിഫൈൻ എ സ്ട്രക്ചർ, എന്നിട്ട് അതിൻ്റെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം, IG എഴുതണം, പിന്നെ മൂവ് കൗണ്ട് വേണം, നമുക്ക് മാൻഹട്ടൻ ഡിസ്റ്റൻസ് വേണം. ഇനി നമുക്ക് നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് കടന്നു വന്നത് എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ് ഇപ്പോൾ ഈ സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റ് ചൂസ് ആകുമ്പോൾ അതിൻ്റെ പ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പഴയ സ്റ്റേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് എന്നിന്ന് മൂവ് ചെയ്യും, എന്നിന്ന് നമ്മൾ സ്റ്റേറ്റ് ഇവിടെ ചൂസ് ആകുമ്പോൾ എന്നിനെ സ്റ്റോർ ചെയ്ത് പ്രീ സ്റ്റേറ്റ് ആയിട്ട് വെക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. സോ അൽഗോരിതം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ എ സ്ട്രക്ചർ നോഡ് വിത്ത് ഇതെല്ലാം എഴുതുക. ഇതിനകത്ത് വേണമെങ്കിൽ പ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിളും കൂടെ വെക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ക്രിയേറ്റ് എ പ്രയോറിറ്റി ക്യൂ ഓർ എ മിൻ ഹീപ്പ്, അതിന് പി ക്യൂ എന്ന് പേരിടുക. അടുത്തത് ഇൻസേർട്ട് ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ടു പി ക്യൂ. ഇവിടെ ഞാൻ സ്റ്റേറ്റ് എന്നാണ് വേരിയബിളിൻ്റെ പേരിടുക, അതുകൊണ്ടാണ് ഇവിടെ സ്റ്റേറ്റ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻസേർട്ട് സ്റ്റേറ്റ് ടു പി ക്യൂ. അടുത്ത എന്താ ചെയ്യുന്നത്, വൈൽ പി ക്യൂ നോട്ട് എം ടി, അതൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ എന്നിനെ ഞാൻ റീഡ് എന്നാണ് എഴുതിയത്. ഈ റീഡിന് പകരം ഇവിടെ തന്നെ റിമൂവ് എന്ന് കൊടുത്താൽ പിന്നീട് അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. റിമൂവ് എ നോഡ് ഫ്രം പി ക്യൂ എന്നെഴുതാം. അപ്പോൾ ഇത് പ്രയോറിറ്റി ക്യൂ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിലും അത് സ്റ്റേറ്റ് വിത്ത് മിനിമം കോസ്റ്റ് തന്നെ ആയിരിക്കും അവിടെ റീഡ് ആകുന്നത്. പക്ഷെ എന്നാലും എടുത്ത് മെൻഷൻ ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ, സോ നമുക്ക് എന്തെഴുതാം ഇവിടെ, റിമൂവ് എ നോഡ് വിത്ത് മിനിമം സ്റ്റേറ്റ് എഫ് ഓഫ് എൻ കോസ്റ്റ്, മിനിമം കോസ്റ്റ് ഫ്രം പി ക്യൂ, എന്നിട്ട് അതിന് എൻ എന്ന പേര് കൊടുക്കാം. ഇഫ് എൻ ഇസ് ദ ഫൈനൽ സ്റ്റേറ്റ് ഓർ ഇഫ് എൻ ഇസ് ദ ഗോൾ സ്റ്റേറ്റ്, റിട്ടേൺ. അവിടെ ഫൈനൽ സ്റ്റേറ്റ് ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആക്ച്വലി എന്ത് ലോജിക്കായിരിക്കും യൂസ് ചെയ്യുന്നത്, ഈ മെട്രിക്സുകളെ തമ്മിൽ മാച്ച് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് ചെയ്യാം, മാൻഹട്ടൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് 0 ആണെങ്കിൽ അത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പം ഇവിടുത്തെ ആക്ച്വൽ ലോജിക്ക് നമ്മളിപ്പോൾ ഒറ്റ വരിയിലെ അൽഗോരിതം എഴുതുന്നുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ലാബിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതെങ്ങനെ ചെയ്താൽ മതി, ആ സ്റ്റേറ്റിൻ്റെ മാൻഹട്ടൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. മാൻഹട്ടൻ ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ അത് ഫൈനൽ സ്റ്റേറ്റ് ആണ്, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അല്ല എങ്കിൽ വാട്ട് ഷുഡ് യു ഡു, യു ഷുഡ് ബ്രാഞ്ച്, റൈറ്റ്. ബ്രാഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ഓൾ പോസിബിൾ മൂവ്സ് ഫ്രം ദ ബ്ലാങ്ക് മൂവ്സ് ഓഫ് ദ ബ്ലാങ്ക് ടൈപ്പ്. അപ്പോൾ പോസിബിൾ മൂവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ ആണ്. അതിൽ നമ്മൾ കോർണർ കേസസിൽ ഏതെങ്കിലും ഒരു സൈഡ് പോകും അല്ലേ. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബ്ലാങ്ക് സ്പേസ് എങ്കിൽ നമുക്ക് ഈ മൂവ് ഉണ്ടാവില്ല. അപ്പോൾ ആ മൂവ് ഇഗ്നോർ ചെയ്യണം. അങ്ങനെ ഇഗ്നോർ ചെയ്തിട്ടുള്ള കൗണ്ട്സ് ആണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെയാണെങ്കിലോ അപ്പും റൈറ്റും മാത്രമേ ഉള്ളൂ, ലെഫ്റ്റും ഡൗണും മൂവ്മെൻറ്റ്സ് ഇല്ല. അപ്പം generate all possible moves from the current state. Okay, എന്നിട്ട് അതിന് ഓരോത്തിനും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് എ സ്റ്റേറ്റ് ഫോർ ഈച്ച് മൂവ് ഈ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി സ്റ്റേറ്റ് ക്രിയേറ്റ് ജനറേറ്റ് ഓൾ പോസിബിൾ മൂവ്സ് ഫോർ ഈച്ച് നോഡ്. സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്, പുതിയ മെട്രിക്സ് അപ്ഡേറ്റ് ചെയ്യണം. പഴയ മെട്രിക്സ് ഇപ്പോഴത്തെ എന്നാണ് പ്രീ സ്റ്റേറ്റിനകത്ത് ഇവിടെ പ്രീ മെട്രിക്സിനകത്ത് പ്രീ സ്റ്റേറ്റ് വേണ്ട, പ്രീ മെട്രിക്സ് മതി. എന്നിനെ എടുത്ത് പ്രീ സ്റ്റേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, എന്നിനെ എടുത്ത് പ്രീ സ്റ്റേറ്റിലോട്ട് പോപ്പുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പുതിയ മെട്രിക്സ് മൂവ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ഇപ്പം ലെഫ്റ്റാണ് ഫസ്റ്റ് സ്റ്റേറ്റ് എങ്കിൽ ലെഫ്റ്റിലോട്ട് നമ്മുടെ ബ്ലാങ്ക് പോയി എന്നർത്ഥം. ഇപ്പോൾ 6 ആണ് നമ്മുടെ ബ്ലാങ്ക് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുന്ന് ആ ബ്ലാങ്ക് ലെഫ്റ്റിലോട്ട് പോയി, അതായത് 5 ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ പുതിയ മെട്രിക്സ് എങ്ങനെയായിരിക്കും, 1 2 3 4 അവിടെ തന്നെ ആയിരിക്കും, 5 ഇവിടെ, 7 8 ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ ബ്ലാങ്ക് ആവും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, മെട്രിക്സിനെ എഴുതണം. IJ മാറ്റണം. ഇപ്പോൾ ലെഫ്റ്റിലോട്ടാണ് മൂവ് ആവുന്നതെങ്കിൽ ലെഫ്റ്റിലോട്ട് മൂവ് ആയാൽ IJയുടെ വാല്യൂ എങ്ങനെ മാറും,
നമുക്ക് ബ്ലാങ്ക് ലെഫ്റ്റിലോട്ട് മൂവ് ആയി. അപ്പോൾ ഐ ജെ എങ്ങനെ വരും? അവിടെ ഐയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഐയിൽ നോ ചേഞ്ച്, ജെ +1 ആവും. ഇത് റൈറ്റ് ആണ്. റൈറ്റിലോട്ട് മൂവ് ചെയ്താൽ ജെ +1 ആവും, ഐ നോ മൂവ്മെൻറ്റ്. ഇതിപ്പോൾ ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിലോ ഐ നോ മൂവ്മെൻറ്റ്, ജെ -1 ആവും. ഇനി മേളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഐ -1 ആകും. കുറേയാണ് ചെയ്യുന്നത്, ജെക്ക് നോ മൂവ്മെൻറ്റ്. താഴോട്ടാണ് വരുന്നതെങ്കിലോ ഐ +1 ആവും, ജെ നോ മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഐയുടെയും ജെയുടെയും വാല്യൂ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ എപ്പോൾ എഴുതിയാൽ മതി. ഇത് ലാബിലോ അല്ലെങ്കിൽ നിങ്ങളതിനെ ഒരു പ്രോഗ്രാമായിട്ട് ട്രൈ ഔട്ടോ ചെയ്യുന്നെങ്കിൽ, നിങ്ങളുടെ ആക്ച്വൽ ലോജിക് അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക. ഈ ഒരു ലോജിക് വെച്ചിട്ട് ഏതാണോ മൂവ് അതനുസരിച്ച് ഐയുടെയും ജെയുടെയും വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ മെട്രിക്സിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക. ഇനി മൂവിൻ്റെ കൗണ്ട് ഇൻക്രിമെൻറ്റ് ബൈ 1 എന്നിട്ട് കിട്ടിയ ആ മെട്രിക്സിൻ്റെ മൻഹട്ടൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൂടെ ഇവിടെ വെച്ചേക്കാം. ഒരു 6ാമത്തെ വേരിയബിൾ ഉണ്ട് കോസ്റ്റ്. കോസ്റ്റ് ഈസ് ഈക്വൽ ടു മൂവ് കൗണ്ട് പ്ലസ് മൻഹട്ടൻ ഡിസ്റ്റൻസ് അല്ലേ? അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ എത്ര മൂവ്സ് പോസിബിൾ ആണോ ആ എല്ലാ മൂവിനും ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ടാക്കുക. ഈ ഉണ്ടാക്കിയ സ്റ്റേറ്റിലാണ് ഉണ്ടാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? PQ-നകത്ത് ഇട്ടുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് കഴിയുമ്പോൾ എനിക്കിപ്പം 4 മൂവ്സ് പോസിബിൾ ആണെങ്കിൽ എത്ര സ്റ്റേറ്റ് PQ-നകത്ത് വരും? 4 സ്റ്റേറ്റ് വരും. എന്നിട്ട് ആ PQ-ൽ നിന്ന് മിനിമം കോസ്റ്റ് ഉള്ള ഒരെണ്ണത്തിന് ചൂസ് ചെയ്യുക. ഓക്കെ, ചൂസ് ചെയ്യുക. ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. അത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഇവിടെ വയൽ നോട്ട് എം ടി ആകുമ്പോൾ തന്നെ നമ്മൾ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എൻഡ് വയലാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ലൂപ്പ് റിപ്പീറ്റ് ആകും അല്ലേ? റിപ്പീറ്റ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ കോഡ് എഴുതിയിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് വീണ്ടും മിനിമം എടുക്കുക, കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ബ്രാഞ്ചിങ് ചെയ്തു, ബൗണ്ടിങ് ചെയ്തു, പ്രൂണിങ് ചെയ്തില്ലല്ലോ. പ്രൂണിങ് എങ്ങനെ ചെയ്യാം? ഇവിടെ ബ്രാഞ്ചിങ് ചെയ്തു. ഇവിടെ നമ്മൾ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സ്റ്റേറ്റ്സ് എടുപ്പോൾ ബ്രാഞ്ചിങ് ചെയ്തു. എന്നിട്ട് ബൗണ്ടിങ് ആണ് നമ്മുടെ ആ കാൽക്കുലേഷൻസ് മൻഹട്ടൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ അതിൻ്റെ ബൗണ്ടിങ് ടെക്നിക്കാണ്. ഇനി എൻ്റെ പ്രൂണിങ് ടെക്നിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു പ്രീ വേരിയബിൾ അത് വേണ്ട, അത് അതിനകത്ത് തന്നെ ചെയ്യാമല്ലേ? സോറി ഇനി പ്രൂണിങ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഒരു സ്റ്റേറ്റിനെ റിമൂവ് ചെയ്തില്ലേ? അപ്പം നമ്മൾ മിനിമം ആയിട്ടുള്ള ഒരാളെ ഇവിടെ ചൂസ് ചെയ്തു. ഈ വയൽ ലൂപ്പിനകത്തുള്ള ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ മിനിമം കോസ്റ്റുള്ള ആളെ ചൂസ് ചെയ്തു. ബാക്കിയുള്ളവർ നമുക്ക് വേണോ? ബാക്കിയുള്ളവർ ഒരിക്കലും നമുക്ക് മിനിമം വാല്യൂ തരില്ല. ബാക്കിയുള്ളവരെ നമുക്ക് പ്രൂൺ ചെയ്ത് കളയാം. അപ്പോൾ എന്നിനകത്ത് മിനിമം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് ക്ലിയർ PQ ചെയ്യാം, ഓർ MT മേക്ക് PQ MT അല്ലേ? ഇനി അതിനകത്തുള്ള സ്റ്റേറ്റുകളെല്ലാം നമുക്ക് പ്രൂൺ ചെയ്തങ്ങ് കളയാം. നിങ്ങൾ ഒരിക്കലും ആ സ്റ്റേറ്റിലോട്ട് പോവില്ല. അപ്പോൾ അതിനെ പ്രൂൺ ചെയ്ത് കളയാം. So this is your logic. I hope everything is understood. Thank you.